എല്ലാം വിചൃതിയായി. ഇതും വാട്ടമ്മ ഈറ്റിന്റെ ഡേയിൽ പെട്ടതാണോ? അതെ, ആർട്ടിഫിഷ്യൽ മുടിയാണെന്ന് നോക്കിയാലോ. പലരും പറഞ്ഞു ഇത് ആർട്ടിഫിഷ്യൽ ആണ്. ആരോ നമ്മളോട് വീഡിയോ ചോദിച്ചായിരുന്നു ചായപ്പൊടി ഏതാണ്. നമ്മുടെ മോടെ എല്ലാവർക്കും അമ്മയുടെ വാട്ട ഈറ്റിനയുടെ ഇഷ്ടായോ? ഇതെന്നാ ഇങ്ങനെയൊക്കെ കഴിക്കണേ ഇപ്പൊ? എല്ലാം വിചൃതിയായി. എല്ലാം സംഗതിയും തലയില പോയി. അമ്മ ഒരിക്കലും മീൻചാറ് വെച്ച് പുട്ട് തിന്നണ ഞാൻ കണ്ടിട്ടേ. മീൻചാറ് മാത്രല്ലേ, മീൻചാറിലേക്ക് ഇതേ പഴം കുഴച്ചേക്കണം. തലയില ഇതൊക്കെ പോയി. ഇനി ക്ലിയറായി വരണം. അപ്പൊ ഇന്ന് ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ്. ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ എടുക്കാൻ പോണേ വാട്ട് അമ്മ ഈറ്റിന്റെ ഡേ ആട്ടോ. മുഴുവൻ നടക്കുമെന്ന് അറിയില്ല കേട്ടോ. ഡ്യൂറിങ് മഴക്കാലം ഉച്ച വരെ ഉള്ളതെങ്കിലും പിടിക്കാം അല്ലേ. ഇന്ന് ഈറ്റ് ചെയ്യണതെല്ലാം പറയണോ കേട്ടോ. പറയാം. ഡ്രിങ്ക് ചെയ്യണതും പറയണേ. കൊറേ വെള്ളമൊക്കെ കുടിച്ചൊരു ബെഡ് കോഫിയും കുടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണിത്. മീൻചാറ്, പാളയംകുടം പഴം, ഇതാണ് ഇപ്പൊ കഴിക്കുന്നത്. ഓക്കെ, മീൻചാറ് കൂട്ടിയത് കഴിക്കുന്നത് ഞാൻ അമ്മ കണ്ടിട്ടേ ഇല്ല. ഞാനാണ് മീൻചാറ് കൂട്ടി സ്ഥിരം ഇത് കഴിക്കണത്. ശരിയാ. കൂടെ പഴം ഞാനും ഒന്ന് കഴിച്ചു നോക്കിയതാ. എരിവ് ന്യൂട്രലൈസ് ചെയ്യാൻ പഴം. കുട്ടേ മഴയുണ്ടോ? നല്ല മഴയാ. കേരളത്തിൽ നല്ല മഴ. അമ്മയുടെ പാത്രങ്ങളൊക്കെ നനഞ്ഞു പോയല്ലോ. ബൊഗേൻവില്ല യുഗം അവസാനിച്ചു. ഇനി അടുത്ത വർഷം. ഇതും വാട്ടമ്മ ഈറ്റിന്റെ ഡേയിൽ പെട്ടതാണോ? അല്ല, ഞാൻ പുറകുവശത്ത് നിന്നാ ചീമ്പട്ടത്. ഇവിടെ നിന്നൊന്നും ചീമ്പാൻ പാടില്ല. പിന്നെ പൊയ്യനില്ലാത്തോണ്ട് ചീമ്പിയതാട്ടോ. പുറകുവശത്ത് എന്നാന്നറിയാമോ, അവിടെ എല്ലാം പാത്രങ്ങളൊക്കെ നിരത്തിയിട്ടേക്കണോണ്ട് നനവുണ്ട് അതിലേക്ക് നടക്കല്ലേല്. അത് കാരണം അങ്ങ് പോവാഞ്ഞതാ. അപ്പൊ ഇവിടെ നിന്നൊന്ന് ചീമ്പിയതാ. ഇനി കെട്ടി വെക്കാൻ പോവാതെ. ആർട്ടിഫിഷ്യൽ മുടിയാണെന്ന് നോക്കിയാലോ. പലരും പറഞ്ഞു ഇത് ആർട്ടിഫിഷ്യൽ ആണ്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഈ മതിൽ പണിയൊക്കെ തുടങ്ങിയ പിന്നെ ശുശ്രൂഷ ഇച്ചിരി കുറവായിരുന്നു. ഇനിയിപ്പം മഴക്കാലം ആകുമ്പോൾ ശുശ്രൂഷിക്കാം. പെരക്കാത്തിരുന്നേ അറ്റമൊക്കെ ഒന്ന് വെട്ടാൻ പലരും പറയുന്നുണ്ട്. അത് നീളം ഇച്ചിരി വെക്കട്ടെ എന്ന് ഓർത്തല്ലേ വെട്ടാത്തത്. നീളമൊക്കെ കുറച്ച് വെച്ച് കഴിയുമ്പോൾ അറ്റമൊക്കെ ഷേപ്പാക്കാം. എന്റെ പഴയകാല ഫോട്ടോയിൽ ഇന്നാള് കണ്ടില്ലേ നെറ്റി ഇല്ലാതിരിക്കുന്ന ഒരു പടം? നീ കണ്ടില്ലേ? നെറ്റിയില്ല, മുടിയുടെ ഇതുകൊണ്ട്. ഓക്കെ പോരെ, ഇനി തിന്നാൻ പോവാ കേട്ടോ. ഇന്ന് ചാലിക്കാൻ ചമ്മന്തി ഇല്ലല്ലേ? മാങ്ങയൊക്കെ തീർന്നില്ലേ, പിന്നെ എങ്ങനെ ചമ്മന്തി? തേങ്ങാപ്പുളി അരയ്ക്കായിരുന്നു, പക്ഷേ അത് പിന്നെ സമയം കിട്ടിയില്ല. കാരണം ഇന്ന് മീൻ രാവിലെ തന്നെയാണ് ഇന്ന് മീൻ വെച്ചതും മീൻ വറുത്തതും വൻപയർ ഉലർത്തിയതും. പിന്നെ ചമ്മന്തി അരയ്ക്കാൻ സമയം കിട്ടിയില്ല. മോര് കാച്ചാനും ഇരിപ്പുണ്ട്, അതും എടുത്തില്ല. വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ചെയ്യാം. ഒന്നും ചാലിക്കാനില്ല. മീൻചാറ് എനിക്ക് വേണ്ടതാ. വൻപയർ നല്ല അല്ല. പരവേ നല്ലതാ. വറുത്തത് എനിക്ക് വറുത്ത പരവയാ ഇഷ്ടം. കിളിമീൻ പോലെ ചെറുതായതുകൊണ്ട് കഴിച്ചാൽ. കിളിമീൻ വറുത്ത മണമൊക്കെ ഉണ്ട്. അതിന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നീ മേടിച്ചത് പെരട്ടി വയ്ക്കണോണ്ട് അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇരിഞ്ഞാലക്കുടയിലെ സാറാമ്മേൻ്റെ പണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 തരം ഉള്ളി ഇഞ്ചിയും കൂടെ അരച്ച് പെരട്ടി മീൻ മറക്കണമെന്ന് പറഞ്ഞത്. വർഷങ്ങളൊരു നീ എങ്ങാണ്ട് LP സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പറയുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. വളരെ ശരിയല്ലേ? നല്ല ഒന്നാം തരം പയർ ഉലർത്തിയതാണ് കേട്ടോ. രാവിലെ അമ്മയ്ക്ക് സ്ഥിരം കഴിക്കാൻ ഇഷ്ടമുള്ളത് പുട്ടും പഴവുമാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് അവരും കമന്റ് അയച്ചു. അവർക്കും വലിയ ഇഷ്ടമാണ് പുട്ടും പഴവും പഞ്ചസാരയെന്ന്. പണ്ടത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അത്?
പുട്ടും പഴവും. എനിക്കെന്തോ പുട്ടും പഴവും അത്ര ഇഷ്ടമല്ല. പുട്ടും ഗ്രീൻ പീസും നല്ലതാണോന്ന് ഒരാൾ ചോദിച്ചു കേട്ടോ. നല്ല കോമ്പിനേഷൻ ആട്ടോ അത്. അതെ അതെ അതെ, നല്ല ഗ്രീൻ പീസ് കറിയാ. ഗ്രീൻ പീസ് കറി ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെ ചേരും. മറ്റേ പുട്ടിൻ്റെ കൂടെ ചേരും, പിന്നെ അപ്പത്തിൻ്റെ കൂടെ ചേരും, ചപ്പാത്തി പൊറോട്ട ഒക്കെ ചേരും. എങ്ങനെയുണ്ട് മഴയൊക്കെ? അയ്യോ, മഴ പെയ്യട്ടെ. പക്ഷെ ഇന്നലെ വൈകിട്ട് 7:30 7:45 അതെ ആയപ്പോ പോയ പവർ സപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് ശനിയാഴ്ച പോയ പവർ സപ്ലൈ ഇപ്പൊ ഞായർ വൈകുന്നേരം 3:20. ഞാനൊന്ന് ഇതിലേക്ക് ഇച്ചിരി ഒഴിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ എന്നാന്ന് ഇതിന് പൊഴിയില്ലാത്തോണ്ട് പോവാതാ. എന്നിട്ട് ചായ കൂട്ടാം. അപ്പൊ വാട്ടമ്മ ഈറ്റ് ഇൻ എ ഡേയുടെ കണ്ടിന്യൂഷൻ ആണ്. ആരോ നമ്മളോട് വീഡിയോ ചോദിച്ചായിരുന്നു ചായപ്പൊടി ഏതാണോ. റിപ്പിൾ ആട്ടോ, റിപ്പിൾ ഇപ്പൊ ഉപയോഗിക്കണം. കണ്ണൻദേവിന് റിപ്പിളുവാ മാറി മാറി നമ്മൾ എടുക്കണം. ഞാൻ അടിച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ, കാണിക്കാം. നല്ല ചൂട് ചായ. ചൂടുള്ള എല്ലാ വസ്തുക്കൾക്കും ഇപ്പൊ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും, ബിക്കോസ് ഓഫ് മഴക്കാലം. ഇത്ര വേഗം കാലവർഷം നമ്മളെ തേടി എത്തൂന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വളരെ നേരത്തെ അല്ലേ. ചൂട് ചായ എല്ലാരും കുടിച്ചോളൂ. മഴയൊക്കെ അല്ലേ. ഇത് മൊത്തം അമ്മയ്ക്ക് തിന്നാനാണോ? ഫ്രാൻസിലെ ബട്ടർ ബിസ്ക്കറ്റ് അല്ലേ, ഞങ്ങൾ പറഞ്ഞ വെണ്ണ ബിസ്ക്കറ്റ് എന്നാട്ടോ. അമ്മ കഴിക്കാൻ പോണേ എന്നാന്ന് കാണിച്ചു തരാം കേട്ടോ. 90 രൂപ കേട്ടോ. ജീരകത്തിന്റെ രുചി അതിന് മുന്നിൽ നിൽക്കണേ. 250 ഗ്രാം 90 രൂപ. പണ്ടത്തെ ഹോർലിക്സ് കൂട്ടി ചൂടാക്കൂലോ. നല്ല പുഞ്ചിരിയാ ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പച്ചനും അമ്മച്ചയും പുറകിൽ ഇരുന്ന് ചിരിക്കണ്ട്. അവർക്കും ബ്രെഡ് വേണമെന്നായിരിക്കും. ഇത് നല്ല പതയുണ്ട്. എനിക്ക് പതയൊന്നും ഇല്ലെങ്കിൽ ഇഷ്ടമല്ല. ഒരു പീസ് വീറ്റ് ബ്രെഡും ചായ എൻ്റെ അതാണ് കഴിക്കണം. വെണ്ണ ബിസ്ക്കറ്റും ചായ. നീ എന്നാന്ന് വെച്ചാൽ കഴിച്ചു. ഞാൻ ഇച്ചിരി നേരത്തെ തകർത്തി. 3:30 കുടിക്കാറുണ്ട്, ചിലപ്പോൾ 3:45 ആവും. പല തുടങ്ങിയപ്പോൾ ടൈം ടേബിൾ എല്ലാം ചേഞ്ച് ചെയ്താണ്. സൺഡേ ഇന്നിപ്പോൾ മാസം ലാസ്റ്റ് സൺഡേ അല്ലേ പ്രെയർ മീറ്റ്. നമ്മുടെ അടുത്ത് ഒരു വീട്ടിലൊരു ചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് പള്ളിയിലെ പ്രെയർ മീറ്റ് കേട്ടോ. അപ്പം അപ്പം പോകും. ഒരു സിംഗിൾ ടീ കുടിച്ചേച്ച് പോയാ. സ്കൂട്ടറിനാണോ പോണേ ഇന്ന്? കാറിനാണോ? മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മഴ ഇങ്ങനെ ചന്നം പിന്നെ പെയ്തുകൊണ്ടേയിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. രാവിലെ നന്നായി പെയ്തു, പിന്നെ ഒന്ന് തോർന്നു, പിന്നെ വീണ്ടും പെയ്തു. ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അപ്പ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പ്രെയർ മീറ്റ് ഉണ്ടല്ലോ, അതിന് പോകണം. അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. വേഗം വരും, അത് കഴിഞ്ഞ് വന്നിട്ട് വേണം പ്രെയർ മീറ്റിന് പോകാനായിട്ടുണ്ട്. നല്ല ചീവീടിൻ്റെ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ശബ്ദമുണ്ട്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാ. ചമ്മന്തി വേണ്ടാത്തോണ്ടാട്ടോ ഞാൻ ചമ്മന്തി എടുക്കാൻ. കാന്താരിമുളകിൻ്റെ ചമ്മന്തി ഉണ്ട്, ഇവരെ എടുത്തിട്ടുണ്ട്. എരിവായതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പുഴുങ്ങിയത് തന്നെ തിന്നുവാ. എനിക്ക് കോമ്പിനേഷൻ വേണ്ട ഇതിന്. മധുരക്കിഴങ്ങ് നല്ലതല്ലേ, രുചിയുണ്ട്. നല്ല രുചിയുണ്ടോ? 1 കിലോ എത്രയായിരുന്നു? 1 കിലോ 54 രൂപ. നമ്മൾ 68 രൂപയ്ക്കാണ് മേടിച്ചത്. 1 മിനിസം ഉണ്ടപ്പം. നല്ലതാ.
നിങ്ങൾ എന്തൊക്കെയാണ് മഴക്കാലത്ത് ഇതുപോലെ കഴിക്കണേന്നൊക്കെ ആവശ്യത്തിന് മധുരമുണ്ട്. മഴക്കാലത്ത് കപ്പ പുഴുങ്ങിയത്, ഉള്ളിവട, ചക്ക വേവിച്ചത്, മധുരക്കിഴങ്ങ്, വടയറ്റം വേറെ, ഇങ്ങനെയുള്ള സംഗതികൾ പുഴുക്കായിട്ടുള്ളത്. പിന്നെ പരിപ്പ് വട, ഉഴുന്നുവട, ഉള്ളിവട, ബജിവട, ബജി ഐറ്റംസ് ഒക്കെ നല്ലതാ. മുളക് ബജി, കായ ബജി, നല്ല കോമ്പിനേഷനാണ്. മാമ്പഴാണോ ഇനി അടുത്തത് തിന്നാൻ പോണേ? നീലമാങ്ങയാണ് മേടിച്ച് മാങ്ങയിൽ ഒരെണ്ണം ഇരുന്നതാ. ഇച്ചിരി മൂപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോ വാട്ടമ്മ ഈറ്റിനെ ഡേയിൽ പല പല നൈറ്റുകൾ കണ്ടെങ്കിലും അത് നിങ്ങൾ കാര്യാക്കണ്ട. പല പല വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അമ്മ ഓരോന്ന് മാറി മാറി മാറിയതാട്ടോ. വേനൊക്കെ സാധാരണ മാറാറുണ്ട്. ഇപ്പൊ മഴ പിടിച്ച പിന്നെ അധികം മാറില്ല. പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടി പലതിനും വേണ്ടി ഇങ്ങനെ മാറി മാറ്റണതാ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഉണ്ട്. പക്ഷെ വലിയ മൂത്തില്ലെന്ന് തോന്നുന്നു. ഇച്ചിരി വന്നു തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ എപ്പോഴും പറയില്ല നീലം വരില്ല. സമയം 7:45 ആവാറായി. പലതും കഴിച്ച് ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. മധുരം ഉണ്ടോ? വെള്ളച്ചവയ ഇതിനും കുറവാ. ഇതിനും ജാമന നമ്മുടെ മൂവാണ്ട. നമ്മുടെ ഇത്തവണത്തെ മാമ്പഴം എല്ലാം നല്ല കേമനായിരുന്നു. നല്ല മധുരവും കടും മധുരം. അപ്പ ഇന്ന് വാങ്ങിച്ചോണ്ട് വന്ന പപ്പായ ഒരാഴ്ചത്തേക്കുള്ള കപ്പയ്ക്ക്. ഇത് തൊണ്ടി എത്തി. പഴുത്തത് ഇതായിരിക്കും ചെത്തണത്. പഴുത്തത് നോക്കി തൊണ്ടി എത്തി കണ്ടെയ്നറിലാക്കി കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ഒരേ പീസ് എടുത്ത് അപ്പം കഴിക്കും. വൈകിട്ടും ഫുഡ് കഴിയുമ്പോൾ കഴിക്കും. അങ്ങനെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ 2-3 പീസ് എടുത്ത് കഴിക്കാറുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കും. അത്രേ ഉള്ളൂ. അപ്പം അത് അപ്പം അറേഞ്ച്മെന്റ് നടത്തിക്കോളും. ഞാൻ കവറിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ്. ഓക്കെ. അങ്ങനെ ഇന്ന് അമ്മയുടെ വാട്ട ഈറ്റിന്റെ ഡേ അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ വൈകിട്ട് ചോറല്ല, പകരം വാങ്ങിച്ച ചപ്പാത്തി. ചപ്പാത്തി വിത്ത് ബീഫ് ഞാൻ അധികം എടുക്കണില്ല. ബീഫ് ആൻഡ് സാലഡ്. ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ ചപ്പാത്തി ഇങ്ങനെ വൈകിട്ട് കഴിക്കുന്നത്. ഒലത്തിയ ഇതായതുകൊണ്ടാണ് ഇതിലേക്ക് ഇരിക്കുന്നത്. ചെളിയല്ല കേട്ടോ. ബീഫിൻ്റെ കോഴിയത് അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നല്ല കിടിലം ബീഫാണ്. ബീഫ് വേറെ ഇരിപ്പുണ്ട്. ഞാൻ ആവശ്യമുള്ളത് വെച്ച് ബാക്കി ഫ്രിഡ്ജിലേക്ക് കോരി വെച്ച്, അല്ലെങ്കിൽ കേടാവും. അപ്പം എല്ലാവർക്കും അമ്മയുടെ വാട്ട ഈറ്റിനയുടെ ഇഷ്ടമായോ? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കഴിക്കണേ? ഇങ്ങനെയൊക്കെയാണോ? വൈകുന്നേരം ഹെവി ആയിട്ട് കഴിക്കാറുണ്ടോ? ഞങ്ങൾ വൈകിട്ട് റൈസ് എടുക്കാറ്. ഇതിപ്പോൾ ബീഫ് ഉള്ളത് കൊണ്ട് ചപ്പാത്തി വാങ്ങിച്ചെന്നേ ഉള്ളൂ കേട്ടോ. റൈസാണ് സാധാരണ പതിവ്. പിന്നെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. കുറച്ചായിട്ട് മിക്കവാറും റൈസ് തന്നെ കഴിക്കണം. ഞാൻ ഉദ്ദേശിച്ച 4 മണിക്ക് നിങ്ങൾ ഹെവി ആയിട്ട് കഴിക്കാറുണ്ടോ? അതെയോ ചായയും ഒരു കടിയിലും ഒതുക്കാറാണോ പതിവ്? അത് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ സാലഡ് ഉണ്ട്. അതോടുകൂടി ഇന്ന് തീരുവാട്ടോ. വാട്ട ഈറ്റിനിടെ എല്ലാവർക്കും ഭയങ്കര ഹരമാ കാണുന്നത്. എന്തൊക്കെയാണ് ഒരാൾ ഒരു ദിവസം കഴിച്ചതെന്നൊക്കെ അറിയാനുള്ള ഒരു വെള്ളം കുടിക്കണ. പിന്നെ എപ്പോഴും നമ്മൾ അങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാട്ടോ കാണിക്കാതിരുന്നേ. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. ഞങ്ങക്ക് രാത്രി കേട്ടോ 9 മണി കേട്ടോ. നിങ്ങൾ കാണുന്ന ചിലപ്പോ ഉച്ചയ്ക്കായിരിക്കും അല്ലേ? ഉച്ചക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു കൊതി പിടിക്കുന്നുണ്ടാവും. ബീഫ് റോസ്റ്റ്, സാലഡ്, ചപ്പാത്തി. എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ടൈം. എല്ലാരും കഴിച്ച് വിശ്രമിക്കുക. ഉച്ച കഴിച്ച് എല്ലാരും വിശ്രമിക്കുക. ഞങ്ങള് അത്താഴം കഴിച്ച് ഉറങ്ങാൻ പോകുന്നു. കുറച്ച് വിശ്രമം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉറക്കോട്ടോ. ഓടി ഉറക്കം ഇല്ല കേട്ടോ. 10:30 ആവാതെ കിടക്കൂല മിനിമം. അതെ. ഓക്കെ. ബൈ ബൈ. ബൈ ബൈ.